ഏത് വിഷ്ണു നായകനാവുന്ന ഈ സിനിമയിൽ ചെറിയൊരു വേഷം ചെയ്യാൻ സാധിച്ചത് ഒരുപാട് സന്തോഷം ആദ്യം തന്നെ അറിയിക്കുന്നു. സോറി, വിഷ്ണു ഉള്ളിലാലോചിക്കുന്ന ഈ സിനിമയിൽ ഒരു ചെറിയ ഭാഗമാവാൻ കഴിയുന്നതിൽ ആദ്യം തന്നെ ഉള്ള സന്തോഷം. കാരണം നായകനാണല്ലോ മെയിൻ. സംസാരിക്കുക നമ്മൾ പ്രിൻസിലൊക്കെ ഉള്ള സംസാരിച്ചപ്പോ മെയിൻ ഞാനായിരുന്നല്ലോ, ഒറ്റ ദിവസം മെയിൻ ആള് സംസാരിക്കുക. ഈ സിനിമയെ കുറിച്ച് പറയുമ്പോൾ നമ്മളൊക്കെ സ്കൂൾ കാലത്തൊക്കെ പഠിച്ചുകൊണ്ടിരുന്ന സമയത്തൊക്കെ നമുക്കൊക്കെ ഏറ്റവും പ്രിയപ്പെട്ട ഒരു 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 മാഷുണ്ടാവും. ഈ മാഷ് ആദ്യമൊക്കെ നമുക്ക് മാഷിന്റെ അടുത്ത് പോകുമ്പോൾ ഒരു ടെൻഷനായിരിക്കും. കാരണം മാഷ് ഭയങ്കര സ്ട്രിക്റ്റ് ആയിരിക്കും. അപ്പോ മാഷിനെ അടുക്കും തോറുമാണ് നമ്മൾ മനസ്സിലാക്കുക ഇദ്ദേഹം ഏതാ അതെ മാഷിനെ കുറിച്ച്. അപ്പോ നമ്മള് അടുക്കും തോറും മാഷിന്റെ ഉള്ളിലുള്ള സ്നേഹം നമ്മൾ തിരിച്ചറിഞ്ഞു. അങ്ങനെ ഞങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട മാഷ്. കാരണം ഒരു സ്കൂൾ കാലഘട്ടം അല്ലെങ്കിൽ ആ സ്കൂൾ കാലഘട്ടത്തിലുള്ള കുറെ, കാരണം എപ്പോഴും സ്കൂൾ സമയത്ത് നമ്മളെന്ന് വെച്ചാൽ പിള്ളേരൊക്കെ കളിച്ചു നടക്കും. കാരണം നമ്മള് ലിറ്ററലി കളിച്ചു നടക്കുകയായിരുന്നു. കളിയുടെ കാര്യമൊക്കെ പറയുമ്പോൾ എനിക്കൊക്കെ ഒരുപാട് ഓർമ്മകൾ ഉണ്ടാവും അല്ലേ. അപ്പൊ മാഷ് നമ്മളെ വിളിച്ചോണ്ട് വരും, വാ വാ പഠിക്ക് എന്ന് പറഞ്ഞിട്ട് മാഷ് നമുക്ക് പഠിപ്പിച്ചു തരും. ആ സമയം പിന്നെ നമ്മൾ തിരിച്ചു പോയി കളിക്കും, മാഷ് നമ്മളെ വിളിച്ചോണ്ട് വരും. സത്യം പറഞ്ഞാൽ അങ്ങനെയായിരുന്നു ആ ഒരു സ്കൂൾ അല്ലെങ്കിൽ ആ കാലഘട്ടം ഓർമ്മ വന്നു ഈ ഒരു സെറ്റിൽ. കാരണം അത്രയധികം രസകരമായിട്ടുള്ള ഒരുപാട് ഒരുപാട് ഓർമ്മകൾ സമ്മാനിച്ച ഒരു സെറ്റാണ് ഭീഷ്മരുടെ. അവസാനമായി മനസ്സറിഞ്ഞ് ചിരിച്ചതും ഈ സെറ്റിലാണ്. ആദ്യം തന്നെ ഞങ്ങളുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട മാഷിന്, വിജയനങ്കിളിന് നന്ദി ഈ സിനിമയുടെ ഭാഗമാകാൻ ഞങ്ങളെ ക്ഷണിച്ചതിനും. കാരണം സത്യം ഞങ്ങള് ഒരുമിച്ച് ഇത്രയും ആസ്വദിച്ചിട്ടൊരു സിനിമ ചെയ്തിട്ടില്ല എന്ന് തന്നെ പറയാം. അത്രമാത്രം രസങ്ങളുണ്ട്. കാരണം രസങ്ങളൊന്നും പുറത്ത് പറയാൻ പറ്റാത്ത, പരസ്യമായി പറയാൻ പറ്റാത്ത കാര്യങ്ങളായതുകൊണ്ട് തന്നെ പുറത്ത് പറയണില്ല. ഞങ്ങളുടെ കൊള്ളരുതായ്മകളെയും ഞങ്ങളെ ഇതൊക്കെ ക്ഷമിക്കുകയും കുറച്ചു കഴിഞ്ഞ് ഞങ്ങളോടൊപ്പം തമാശ പറയുകയും നമ്മളെ ഒക്കെ അടുത്ത് നിർത്തി ഞങ്ങളെ സ്നേഹിക്കുകയും ചെയ്ത ഞങ്ങളുടെ വിജയനങ്കിൾ. ഈ സിനിമയെ കുറിച്ച് പറയുമ്പോൾ സിനിമ ഈ തമാശകളും ഈ രസങ്ങൾക്കൊക്കെ അപ്പുറത്തേക്ക് ഈ സിനിമ ഒരു പഴയ പ്രിയദർശൻ അല്ലെങ്കിൽ പ്രിയനങ്ങളുടെയൊക്കെ സിനിമകൾ ഓർമ്മപ്പെടുത്തുന്ന പോലത്തെ ഒരു ഫൺ ഫാമിലി എന്റർടൈനർ ആണ് ഈ സിനിമ. കാരണം ഒരുപാട് ആക്ടേഴ്സ് ഉണ്ട് ഇവിടെ വന്നിരിക്കുന്നത്. ഇങ്ങനെ ഒരുപാട് നടന്മാരുള്ള ഒരു സിനിമ, ഒരു വലിയ സിനിമയാണ്. ആ രസങ്ങളൊക്കെ എനിക്ക് തോന്നുന്നു ഒരു പരിധി വരെ തിയേറ്ററിൽ ആൾക്കാർ ചിരിക്കാനും അല്ലെങ്കിൽ ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള നല്ല ഹ്യൂമർ ഉള്ള അല്ലെങ്കിൽ നല്ല രസമായിട്ടുള്ള കുറേ ഇൻസിഡൻസ് ഉള്ള ഒരു കോർത്തിണക്കിയിട്ടുള്ള ഒരു സിനിമയാണിത്. അതിൽ ഇന്നത്തെ ദിവസം രഞ്ജിന്റെ ദിവസമാണ്. അപ്പോൾ മ്യൂസിക് ലോഞ്ച് എന്ന് പറയുമ്പോൾ രഞ്ജിൻ ഏറ്റവും റിസ്ക് എടുക്കുന്ന ഒരു മ്യൂസിക് ഡയറക്ടറാണ്. കാരണം എൻ്റെ രഞ്ജിൻ 2 സിനിമയിൽ പാട്ട് പാടിച്ചിട്ടുണ്ട്. ആദ്യത്തെ സിനിമ കുഞ്ഞമണീസ് ഹോസ്പിറ്റലിൽ രഞ്ജിൻ എന്നെ ഒരു പാട്ട് പാടിപ്പിച്ചു. ഈ സിനിമയിലും ഞാനും വിഷ്ണുവും ചേർന്ന് പാടുന്നൊരു പാട്ടുണ്ട്. അപ്പോൾ വിഷ്ണു പാട്ട് പാടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് വിഷ്ണുവിന് ആദ്യം രാവിലെ വന്ന് പാട്ട് പാടിക്കൊണ്ടിരുന്ന സമയത്ത് ഞാൻ കാണുമ്പോൾ വിഷ്ണുവിന്റെ പാട്ട് കേട്ടിട്ട് ഞാൻ എന്തിനാണ് ഇവൻ ഇങ്ങനെ പാടുന്നത്, എന്ത് ഓവറായിട്ടാണ് ഇവൻ പാടുന്നത്, ഇവന് ഞാൻ ഒറ്റയ്ക്ക് പാടിയാൽ പോരായിരുന്നു ഈ പാട്ട് ഞാൻ ചിന്തിച്ചിരിക്കുന്ന സമയത്താണ് എന്നെ പാടാൻ വിളിക്കുന്നു. അങ്ങനെ ഞാൻ പാടുന്ന സമയത്ത് എനിക്കിപ്പോൾ എല്ലാം കറക്റ്റായി തോന്നുന്നു, ഞാൻ പാടിയാൽ മതി. ആ സമയത്ത് വിഷ്ണു മാറി നിന്നിട്ട് ഞാൻ ഹെഡ്ഫോൺസ് ഒക്കെ വെച്ചിട്ട് പാട്ട് പാടുന്നൊരു വീഡിയോ വിഷ്ണു ഫോണിൽ ഷൂട്ട് ചെയ്തിട്ട് എന്റെ ഫോണിൽ തന്നെ ഷൂട്ട് ചെയ്തിട്ട് ഇതൊന്ന് കണ്ടു നോക്കൂന്ന് പറഞ്ഞിട്ട് വിഷ്ണു എനിക്ക് കാണിച്ചു തന്നു. അതാണ് ഞാനിപ്പോ അലാമായിട്ട് വെച്ചിട്ടുള്ളത്. കാരണം വിഷ്ണു എത്രയോ വലിയ സിംഗറാണെന്നുള്ളത് ഞാൻ അവിടെ തിരിച്ചറിയുകയും അപ്പൊ ഞാൻ മനസ്സിലാക്കുക വെച്ച് കഴിഞ്ഞാൽ രഞ്ജിന്റെ കയ്യിൽ എന്തോ പ്രോഗ്രാമിങ്ങിന് ഓട്ടോ ട്യൂൺ എന്താ അതിന്റെ പേരെന്താണ്, എന്തോ ഒരു ടെക്നോളജി ഉണ്ട്. അത് കേട്ട് കഴിഞ്ഞാൽ ഇത്രയും മോശമായിട്ടില്ല, മോശം എന്നെ ഉദ്ദേശിച്ചാണ് ആൾക്കാർ വരെ ആ പാട്ട് വരെ ഞങ്ങൾ ആ പാട്ട് ഇവിടെ പ്ലേയില്ല, ഞങ്ങൾ പാടിയ പാട്ട് ഉണ്ടല്ലോ. അപ്പൊ അങ്ങള് പറഞ്ഞത് മനോഹരമായി പാടിയെന്ന്, പക്ഷെ എനിക്കങ്ങനെ തോന്നിയില്ല. പക്ഷെ ഏതാ
അത് പഠിക്കൂ. സമയം എല്ലാരും പോയിട്ട് പടം പടം ഇവിടെ പഠിക്കൂ. അങ്ങനെ അങ്ങനെ ഒരു പാട്ട് പാടാനുള്ള അവസരം തന്ന രഞ്ജിൻ ആദ്യം തന്നെ, എവിടെയാണ് രഞ്ജിൻ കാണാൻ പോയോ? രഞ്ജിൻ നന്ദി, സ്നേഹം. അപ്പോ പറഞ്ഞു വരുന്നത് ഈ സിനിമ മാർച്ച് 27 20-20 തിയേറ്ററിലെത്തുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഈ തമാശകളും ഈ പറഞ്ഞ രസങ്ങളൊക്കെ ഈ സിനിമയിൽ ഉണ്ടാവും. ഉറപ്പായിട്ടും ഒരു ഫൺ ഫാമിലി വാച്ച്, ഒരു കംഫർട്ട് വാച്ച് ആയിരിക്കും ഈ സിനിമ എന്ന് ഉറപ്പ് തരുന്നു. നന്ദി, നമസ്കാരം.